ഹലോ VKC കാതിർച്ച. പിന്നെ നമുക്ക് ഇപ്രാവശ്യം UDFൻ്റെ ഒരു മന്ത്രി നമ്മുടെ കാസർഗോഡ് ജില്ലക്ക് വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായം? അധികാരത്തിൽ പെട്ടതാണത് എന്ന് പറഞ്ഞാൽ 5 ഉണ്ടായാൽ 4 നമ്മളാണ് ജയിച്ചത്. കാരണം ചരിത്ര വിജയമാണ്. ഇതുവരേക്കും UDFന് കിട്ടാത്തൊരു വിജയമാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിൻ്റെ ഇതിലാണ് നെട്ടിച്ചൊരു വിജയമാണ് 4 നമുക്ക് കിട്ടിയത്. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു മന്ത്രിനെ കിട്ടിയോ പറ്റും. അപ്പോൾ ആരായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഏറ്റവും നല്ല എൻ്റെ അഭിപ്രായത്തിൽ കണ്ടെടുത്തോളം നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കാനും ജനങ്ങളെ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് നീങ്ങാനും പറ്റിയത് ഉള്ളത് നമ്മളെ AK അഷ്റഫ് തന്നെയാണ്. AK അഷ്റഫിനെ എത്തിക്കഴിഞ്ഞാൽ മഞ്ചേശ്വരം AK അഷ്റഫിനെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗങ്ങളിൽ എല്ലാവരും നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റും. കർണാടക കർണാടക കംപ്ലീറ്റ് ആ AK അഷ്റഫിനെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും ഉള്ളത്. ഈ ഭാഗം നമുക്ക് കാസർഗോഡ് മുഴുവനും 95% മനസ്സിലാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 95% AK അഷ്റഫിനെ 100% AK അഷ്റഫിനെ. ഇപ്പം സതീശനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മാതിരിയാണ് ഈ ഭാഗത്ത് നമ്മളെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഒരു രണ്ടാമത്തെ ഒരു സതീശനാണ് നമ്മളെ AK അഷ്റഫ്. ഈ AK അഷ്റഫിനെ നിർത്തിയോ പറ്റും എൻ്റെ അഭിപ്രായം. ഞാൻ ഇപ്പം ജനിച്ചത് മുതൽ എനിക്കിപ്പോൾ 56 വയസ്സായി. ഞാൻ ഒറ്റ ഒരു പാർട്ടിയിലോ ഞാൻ ഒരു ലീഗുകാരനാണ് യഥാർത്ഥത്തിൽ. എനിക്ക് വേറെ ഇതുവരേക്കും ഞാൻ മാറി ചിന്തിച്ചിട്ടില്ല. ഞാൻ ലീഗിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ലീഗിന് പറയാൻ എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ AK അഷ്റഫിനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിഭാഗക്കാരും AK അഷ്റഫ് എന്ന് പറഞ്ഞാൽ ആടെ ഒരു വർഗീയതയോ കാര്യങ്ങളോ ഇല്ല, ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തിനെ നിർത്തണം എന്നാണ് എനിക്ക് ലീഗുകാരോട് പറയാനുള്ളത്. ഓക്കെ, നല്ല അഭിപ്രായം.